കഴിഞ്ഞ 3 ദിവസമായി എറണാകുളത്തെ സെൻറ് മേരീസ് ബസിലിക്കയിൽ സഭാനുകൂലികളായ വിശ്വാസികൾ പ്രതിഷേധം തുടരുകയാണ്. മാർപ്പാപ്പയുടെ ബാനറും വഹിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിഷേധം. വിമതരുടെ ബസിലിക്കയിലെ അനാവശ്യമായ ഇടപെടൽ തന്നെയാണ് അവരുടെ സമരം തുടരാൻ കാരണവും. സഭാവിശ്വാസികളുടെ പ്രതിഷേധം ജനുവരിയിൽ സഭാ സിനഡ് നടക്കുന്നതുവരെ തുടരുമെന്നാണ് സൂചന. സഭയുടെ തലവനും രൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ തട്ടിലും വികാരി മാർ ജോസഫ് പാംപ്ലാനിയും സ്ഥലത്തില്ലാത്തതിനാൽ ഈ മാസം 20 വരെ അന്റജന ചർച്ചകൾക്കൊന്നും നടക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തം. ഏകീകൃത കുർബാന വിരുദ്ധ നിലപാടുള്ള കുരിയ അംഗങ്ങളായ വൈദികരുമായും ബസിലിക്ക വികാരിയുമായി സംസാരിക്കാൻ പ്രതിഷേധക്കാർക്ക് താല്പര്യവുമില്ല. ബസിലിക്ക പ്രശ്നത്തിൽ താൻ ഇടപെടില്ലെന്നും വികാരിയോട് പരിഹാരം കാണുവാനുമാണ് റോമിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് മാർ പാംപ്ലാനി ആവശ്യപ്പെട്ടത്. ക്രിസ്തുമസ് ദിനങ്ങളും പുതുവർഷ ആഘോഷങ്ങളും അടുത്തു വരുന്നതിനാൽ മെത്രാൻമാർ റോമിൽ നിന്നും തിരികെ എത്തിയ ഉടനെ ചർച്ചയ്ക്ക് സാധ്യതയുമില്ല. ജനുവരി 7 മുതലാണ് അടുത്ത സിനഡ്. അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മാർ അന്നി കരിയലിനെ മാറ്റാൻ വിശ്വാസികൾ 1 2 56 ദിവസമാണ് ഇതുപോലെ സമരം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന സിനഡ് വരെ തങ്ങളുടെ ഈ പ്രതിഷേധ സമരം തുടരാൻ വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. സഭയുടെ പെർമനന്റ് സിനഡ് രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നതുവരെ ബസിലിക്കയിൽ തുടരാനാണ് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മത്തായി മുതിരേന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമിതിയുടെ തീരുമാനം. അഡ്വക്കേറ്റ് ജോയ് ജോർജ് വെട്ടിക്കൽ, ക്യാപ്റ്റൻ ടോം ജോസഫ്, ജോർജ് പുലാട്ട്, കുര്യാക്കോസ് പഴയമഠം, ജോസഫ് അമ്പലത്തിങ്കൽ, ജോൺസൺ കൊനിക്കര, ജൂലി അലക്സ്, സീലിയ ആന്റണി എന്നിവരാണ് 3-ാം ദിനത്തിലെ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. വിശ്വാസികൾ ഊഴം വെച്ച് പ്രതിഷേധ സമരവുമായി ബസിലിക്കയിൽ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ജനുവരിയിൽ സഭാ സിനഡ് എന്ന് തുടങ്ങുന്നോ അന്നുവരെ പ്രതിഷേധവും തുടരും. സഭാ സിനഡിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ട് മതി പിന്മാറ്റമെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസികളുടെ തീരുമാനം. ഏകീകൃത കുർബാന മാത്രം മതി സഭയിൽ, അല്ലാതെ സമവായ കുർബാനയോ ജനാഭിമുഖ കുർബാനയോ നടത്താൻ ഇവിടെ വിമതരെ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിഷേധക്കാർ. വികാരിയായ മാർ പാംപ്ലാന്റെ നിലപാട് തന്നെ സമവായ കുർബാന ഒന്ന് നടത്തിയെടുക്കാനാണ്. പക്ഷേ കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് അത്തരമൊരു സമവായ കുർബാന നടത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് വിശ്വാസികളായ പ്രതിഷേധക്കാർ.